2014 പുറത്തിറങ്ങിയ ചലച്ചിത്രം ബെയർഫൂട്ടിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് ജയ് എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജനിച്ചത് ഏറെ സമ്പന്നനായിട്ടാണെങ്കിലും വീട്ടിലെ പലതരം പ്രശ്നങ്ങളും തന്റെ ദുസ്വഭാവവും ഒക്കെ കാരണം ജയ് വീട്ടിൽ നിന്നും എന്നും അകറ്റി നിർത്തപ്പെട്ടവനായി പോന്നു. അച്ഛനുമായും കുടുംബവുമായും ജയ്ക്ക് നല്ല ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലോസ് ആഞ്ചലസിലേക്ക് താമസം മാറ്റിയ അവൻ അവിടെ തനിച്ച് ജീവിക്കുകയായിരുന്നു. അവിടെയും ജയ്യുടെ ജീവിതം നല്ല രീതിയിലല്ല മുമ്പോട്ട് പോയത്. ചൂതുകളിയും കുതിരപ്പന്തയവും മദ്യപാനവും ഒക്കെയായി അവൻ ആകെ നശിച്ചു. ഒടുവിൽ ജീവിത ചെലവിനായി ഒരു ജോലിയും ഏറ്റെടുത്തു. ഒരു മെന്റൽ ഹോസ്പിറ്റലിലെ തൂപ്പുകാരന്റെ ജോലിയായിരുന്നു അവന് ലഭിച്ചത്. അന്നൊരു ദിവസം ജോയ് കുടിക്കുവാൻ ബാറിൽ പോയി. അവിടെ വെച്ച് വട്ടിപ്പലിശക്കാരൻ വിൻസെന്റിനെ ജോയ് കണ്ടു. വിൻസെന്റ് ജോയ്ക്ക് വലിയൊരു തുക കടം കൊടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ പണം തിരികെ തരണമെന്നും ഇല്ലെങ്കിൽ ജോയെ വകവരുത്തി കളയും എന്നും വിൻസെന്റ് ഭീഷണിപ്പെടുത്തി. ജോയുടെ പേഴ്സൊക്കെ തൽക്കാല പണത്തിനായി വിൻസെന്റ് പരിശോധിച്ചെങ്കിലും അതിലൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ കയ്യിൽ പണമില്ലെന്ന് ജോയ് അറിയിച്ചതോടെ ഒരാഴ്ചത്തെ സമയം വിൻസെന്റ് ജോയ്ക്ക് കൊടുത്തു. അതിനുള്ളിൽ പണം തന്നില്ലെങ്കിൽ ജോയെ കൊന്നുകളയും എന്നും ഭീഷണിപ്പെടുത്തി. അടുത്ത ദിവസം പണത്തിനായി ജോയ് തന്റെ സഹപ്രവർത്തകരോട് ചോദിച്ചു. പക്ഷെ ആരും തന്നെ ജോയ്ക്ക് പണം കൊടുക്കാൻ കൂട്ടാക്കിയില്ല. തങ്ങളുടെ പക്കൽ പണമില്ലെന്നും ജോയോട് ജോയുടെ സഹോദരൻ ജെറിയുടെ വിവാഹം വരികയല്ലേ, അത് അറ്റൻഡ് ചെയ്യാൻ വീട്ടിലേക്ക് പോകുവാനും അവന്റെ അച്ഛന്റെ അടുക്കൽ തന്നെ പണം കടം ചോദിക്കാനും സഹപ്രവർത്തകർ പറഞ്ഞു. മറ്റു വഴികളൊന്നുമില്ലെന്ന് കണ്ടതും വീട്ടിലേക്ക് പോകുവാനും വിവാഹം അറ്റൻഡ് ചെയ്യുവാനും ജയ്യും തീരുമാനിച്ചിരുന്നു. തന്റെ പാരന്റ്സിനെ ജയ് വിളിച്ചു. ന്യൂ ഓർലാൻഡ്സിലേക്ക് വീട്ടിലേക്ക് താൻ മടങ്ങി വരികയാണ് എന്ന് ജയ് അറിയിച്ചു. ജോയുടെ വിവരങ്ങൾ പാരന്റ്സ് ചോദിച്ചതും താനിവിടെ വലിയൊരു മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്ററായി ജോലി നോക്കുകയാണെന്നും തനിക്കിവിടെ ഏറെ സുന്ദരിയായ നേഴ്സായി ജോലി നോക്കുന്ന ഒരു ഗേൾഫ്രണ്ടുമുണ്ട് എന്നും ജോയ് നുണ പറഞ്ഞു. അതോടെ വിവാഹത്തിന് ജോയ് വരുമ്പോൾ അവന്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടിവരണം എന്ന് പാരന്റ്സ് കർശനമായി നിർദ്ദേശിച്ചു. ജോയും അല്പം പ്രതിസന്ധിയിലായി. എന്നിരുന്നാലും ഒരു ശ്രമം നടത്തി നോക്കാൻ അവൻ തീരുമാനിച്ചു. ഹോസ്പിറ്റലിലെ നഴ്സസിനോടൊക്കെയും തന്റെ ഗേൾഫ്രണ്ട് ആകാമോ എന്നും അല്ലെങ്കിൽ ഗേൾഫ്രണ്ടായി നടിച്ച് തന്റെ കൂടെ സഹോദരന്റെ വിവാഹത്തിന് വരാമോ എന്നും അവൻ പരമാവധി അന്വേഷിച്ചു. പക്ഷേ ചൂതുകളിക്കാരനായ മദ്യപാനിയായി അവനെ വിശ്വസിച്ച് കൂടെ പോകുവാനോ അവനുമായി പ്രണയത്തിലാകുവാനോ ആരും തയ്യാറായിരുന്നില്ല. അന്നിടവേള സമയത്ത് ജോയെ ആ ഹോസ്പിറ്റലിന്റെ അഡ്മിൻ ഡോക്ടർ ബെർട്ടിൽമാൻ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ജോയ് ആശുപത്രിയിലുള്ള ഒരു മെന്റൽ പേഷ്യന്റിന് ഒരു അഡൾട്ട് ബുക്കും മദ്യവും ഒക്കെ കൊടുത്തിരുന്നു. അത് കണ്ടുപിടിച്ചിരുന്ന ഡോക്ടർ അതിനെ ശകാരിക്കാനായിരുന്നു ജയ്യെ വിളിച്ചു വരുത്തിയത്. പേഷ്യൻസുമായി ജയ് ഇന്ററാക്ട് ചെയ്യാനോ ഒരിടപാടിനും നിൽക്കാനോ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ജയ്യെ കണ്ടതിനു ശേഷം ഡോക്ടർ തന്റെ പേഷ്യന്റുമായി മീറ്റ് ചെയ്തു. ഡെയ്സി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അവളുടെ അമ്മ മരണപ്പെട്ടതു മുതൽ വല്ലാത്തൊരു പരിഭ്രമത്തിൽ ഭീതിയിൽ കാണപ്പെട്ട കുട്ടിയായിരുന്നു ഡെയ്സി. തന്റെ അമ്മയുടെ പ്രേതം വന്ന് തന്നെ ആക്രമിക്കും എന്നൊക്കെ അവൾ ഭയപ്പെട്ടിരുന്നു. അവളുടെ ആ കണ്ടീഷൻ കൊണ്ടായിരുന്നു ഡെയ്സി മെന്റൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടതും. അന്ന് രാത്രിയിൽ കോറിഡോറിലൂടെ ജയ് പോകുമ്പോൾ ഡെയ്സി അലറി വിളിക്കുന്ന ശബ്ദം ജയ് കേട്ടു. ജയ് ഓടി ഡെയ്സിയുടെ വാർഡിലേക്ക് ചെന്നു. ഡോക്ടറുടെ വേഷം കെട്ടി വന്നിരുന്ന അതേ ആശുപത്രിയിലെ ഒരു തൂപ്പുകാരൻ ഡെയ്സിയെ മരുന്ന് കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ജയ് അവിടെ കണ്ടത്. ജയ് അയാളെ തല്ലി ഓടിച്ചു. ശേഷം ഡെയ്സിയോട് കെയർഫുള്ളായി ഇരിക്കുവാൻ പറഞ്ഞ് അവൻ അവിടെ നിന്നിറങ്ങി. പക്ഷേ ഡെയ്സിയും അവന്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. തനിക്ക് ജയ്യോടൊപ്പം വരണം, അവിടെ തുടരുവാൻ ഭയമാണ് എന്ന് ഡെയ്സി പറഞ്ഞു. ജയ് ഡെയ്സിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും തന്റെ പിന്നാലെ വരരുത് എന്ന് പറയുകയും ഫാമിലിയെയോ ആരെയെങ്കിലും വിളിച്ചു പോകുവാൻ ടാക്സി കാശ് അടക്കം അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. പക്ഷേ കുറച്ചു മുന്നോട്ട് നീങ്ങിയതും അങ്ങനെ അവളെ അവിടെ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയായി ജയ്ക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഡെയ്സിയെ ജയ് തന്റെ കൂടെ കൂട്ടി. ആകെ കൺഫ്യൂസ്ഡ് ആയ സിറ്റുവേഷനിൽ പെട്ടെന്നായിരുന്നു ജയ്ക്ക് അത് തോന്നിയത്. ഡെയ്സിയോട് തന്റെ ഗേൾഫ്രണ്ടായി അഭിനയിച്ച് തന്റെ കൂടെ വരാമോ എന്ന് ജയ് ചോദിച്ചു. ഡെയ്സിക്കും അതിന് എതിർപ്പുണ്ടായിരുന്നില്ല. വൈകാതെ അവരൊന്നിച്ച് യാത്ര തുടങ്ങി. പോകുമ്പോൾ അത്രയും ജയ് ഡെയ്സിക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഡെയ്സി താൻ വർക്ക് ചെയ്യുന്ന മെന്റൽ ഹോസ്പിറ്റലിൽ നേഴ്സായാണ് ജോലി നോക്കുന്നതെന്ന് പറയണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും ജയ് വിശദീകരിച്ചു. കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിലും ഡെയ്സി ഒക്കത്തിനും തലകുലുക്കി. വൈകാതെ അവർ എയർപോർട്ടിലെത്തി. പ്ലെയിനിലും ഡെയ്സി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ബാത്റൂമിൽ കയറിയപ്പോൾ ഒറ്റക്കായതുകൊണ്ട് അവൾ പേടിച്ചലറി വിളിച്ചു. രാത്രിയിൽ ഇരുട്ട് വന്നപ്പോൾ വിമാനത്തിനകത്ത് എല്ലാവരും ഉറങ്ങുമ്പോൾ അവൾ ലേറ്റ് ഇട്ടു. പെർമിഷൻ ഇല്ലാതെ ബിസിനസ് ക്ലാസ്സിൽ കയറിയിരുന്നു. ജയ്ക്ക് അതൊക്കെയും പരിഹരിക്കാനും കൂടെ നിൽക്കേണ്ട വന്നു. യാത്രയ്ക്കൊടുവിൽ ഡെയ്സി
ഡെയ്സിയും ജെയ്യും ജെയ്യുടെ പാരന്റ്സിന്റെ വീട്ടിലേക്ക് എത്തി. വളരെ വലിയൊരു വീടായിരുന്നു അത്. ഡെയ്സിയെ വെൽക്കം ചെയ്യാൻ ജെയ്യുടെ അമ്മയും എത്തിയിരുന്നു. ഡെയ്സിക്ക് ജെയ്യുടെ അമ്മ ഗസ്റ്റ് റൂം കൊടുത്തു. അവളോട് ഫ്രഷപ്പ് ആവാനും പറഞ്ഞു. ജെയ് ആകട്ടെ പുറത്തിറങ്ങി ഒരു സിഗരറ്റ് പുകയ്ക്കാൻ ആരംഭിച്ചിരുന്നു. ആ സമയം അവന്റെ അച്ഛൻ അവനടുത്ത് വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. സംസാരിച്ച് അവർ അച്ഛന്റെ കാർ ഗ്യാരേജിലേക്ക് എത്തി. നിരവധി കാറുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം അച്ഛൻ പുതുതായി വാങ്ങിയ ഒരു ക്യാമ്പർ വാനും. അതിനെപ്പറ്റിയൊക്കെ അച്ഛൻ വാചാലനായി. രാത്രിയിൽ വലിയൊരു ഫാമിലി ഗ്യാതറിംഗും ഡിന്നറും ഉണ്ടായിരുന്നു. ജെയ്യുടെ സഹോദരൻ ജെറി ജെയ്യുടെ ഇപ്പോഴത്തെ ജോലിയെപ്പറ്റി തിരക്കി. താനൊരു മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിനാണ് എന്ന് ജെയ് അവിടെയും ആവർത്തിച്ചു. അത് കേട്ട് പെട്ടെന്ന് ഡെയ്സിക്ക് ചെറിയൊരു ചിരി ചിരിക്കാതിരിക്കാൻ സാധിച്ചില്ല. താൻ പുതിയൊരു ബിസിനസ് സ്വന്തമായി ആരംഭിക്കാൻ പോവുകയാണെന്നും അതിന് ക്യാപിറ്റലിൽ കുറവുണ്ടെന്നും അച്ഛനൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നും ജെയ് പറഞ്ഞു. പക്ഷേ ജെയ്യുടെ അച്ഛന് ജെയ്യുടെ വാക്കുകളിൽ സംശയം തോന്നിയിരുന്നു. ഡെയ്സി ആ സമയം ജെയ്യെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ജെയ്യുടെ അച്ഛനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. പിന്നീട് അവൻ അവളോട് നന്ദിയും പറഞ്ഞു. പിറ്റേന്ന് ജെയ്യുടെ അമ്മ വന്ന് വിളിച്ചപ്പോഴായിരുന്നു ജെയ് ഉറക്കത്തിൽ നിന്നുണർന്നത്. ഡെയ്സി വിചിത്രമായി ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നു എന്ന് ജെയ്യുടെ അമ്മ പറഞ്ഞു. ജെയ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കി. നീ എന്തിനാ ഇങ്ങനെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് എന്ന് ജെയ് തിരക്കി. ഇതൊക്കെ വീട്ടിൽ താൻ സ്ഥിരം ചെയ്യാറുണ്ടായിരുന്നതാ. ഇങ്ങനെ വീട്ടുജോലികൾ ചെയ്താലേ അമ്മ എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞിരുന്നു എന്നായിരുന്നു അവൾ വിശദീകരിച്ചത്. പെട്ടെന്ന് ഞാനാ എന്റെ അമ്മയെ കൊന്നത് എന്നുകൂടി ഡെയ്സി പറഞ്ഞു. അത് ജെയ്യെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഡെയ്സി വളരെ ചെറിയൊരു വസ്ത്രം ധരിച്ച് നടന്നു വരുന്നത് ജെയ്യുടെ അമ്മ കണ്ടു. ആ വസ്ത്രമൊന്നും പാർട്ടിക്ക് ചേർന്നതല്ലെന്ന് പറഞ്ഞ് ജെയ്യുടെ അമ്മ ഡെയ്സിക്ക് തന്റെ മനോഹരമായൊരു വസ്ത്രം നൽകി. അന്ന് രാത്രിയിൽ അണിഞ്ഞൊരുങ്ങി ഡെയ്സി വരുന്നത് കണ്ടപ്പോൾ ജെയ്യുടെ ഹാർട്ട് ബീറ്റ് വരെ കൂടിയിരുന്നു. അത്രമേൽ അവൾ സുന്ദരിയായി കാണപ്പെട്ടു. പിന്നീട് വിവാഹ ചടങ്ങുകൾ തുടങ്ങിയപ്പോൾ വധൂവരന്മാർ വരുന്ന വഴിയിൽ വിതറിയിട്ട പൂവിതളുകൾ ഡെയ്സി പിറക്കിയെടുക്കുന്നത് കണ്ട് ജെയ് ആകെ വല്ലാതായി. അങ്ങനെ സ്വയം നാണം കെടല്ലേ എന്ന് പറഞ്ഞ് ജെയ് തന്നെ ഡെയ്സിയെ പിടിച്ചു മാറ്റിയിരുത്തി. പിന്നീട് വിവാഹത്തിനെത്തിയവരുടെ അടുത്തൊക്കെ ഡെയ്സി സംസാരിച്ചു. അവരുമായി പരിചയപ്പെട്ടു. ജെയ്യുടെ കാമുകിയാണെന്നറിഞ്ഞതും ഓരോരുത്തരും ജെയ്യെ പറ്റിയുള്ള റൂമേഴ്സും കാര്യങ്ങളുമൊക്കെ അവളോട് പറയാൻ തുടങ്ങി. ഒരിക്കൽ മറ്റൊരാളുടെ കൂടെ ജെയ് കിടക്ക പങ്കിടുമ്പോൾ അവനെ കൈയോടെ പിടിച്ചിട്ടുണ്ടെന്നും ജെയ് ഒരു പ്ലേ ബോയ് ആണെന്നും ചൂതാട്ടക്കാരനാണെന്നും മദ്യപാനിയാണെന്നുമൊക്കെ ജെയ്യെപ്പറ്റി മോശമായ പല വിവരങ്ങളും അവൾ കേട്ടു. പക്ഷേ ഡെയ്സി ജെയ്യോടതൊന്നും പ്രകടിപ്പിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് ജെയ്യും ഡെയ്സിയും ഒന്നിച്ച് ഡാൻസ് ചെയ്യാൻ പോയി. ആ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെയും അവരിൽ അത്രമേൽ സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. ഡാൻസ് തുടർന്നുകൊണ്ടിരിക്കെ ജെയ്യുടെ അമ്മ അങ്ങോട്ട് വരികയും ജെയ്യെ തന്റൊപ്പം ഡാൻസ് ചെയ്യാൻ കൊണ്ടുപോവുകയും ചെയ്തു. ജെയ്യുടെ അച്ഛനെത്തി ഡെയ്സിക്കൊപ്പം ഡാൻസ് ചെയ്യാനും തുടങ്ങി. അതിനു പിന്നിൽ മറ്റു ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. ജെയ്യുടെ അച്ഛൻ ഡെയ്സിയോട് ജെയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് കുത്തി കുത്തി ചോദിക്കാൻ ആരംഭിച്ചു. ജെയ്യുടെ യഥാർത്ഥ ജോലിയെ പറ്റിയൊക്കെ അച്ഛൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഡെയ്സി അത് പറയാൻ മടിച്ചു വളരെ കഷ്ടപ്പെട്ടായിരുന്നു നിന്നത്. ഒരു പരിധി കഴിഞ്ഞതും തുടർച്ചയായ ചോദ്യം ചെയ്യൽ അവളിലൊരു പാനിക് അറ്റാക്ക് ഉണ്ടാക്കി. എല്ലാവരും പെട്ടെന്ന് അവിടെ തടിച്ചുകൂടി. ഡെയ്സിയെ ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് ജെയ്യുടെ അച്ഛൻ പറഞ്ഞെങ്കിലും അത് വേണ്ടെന്ന് ജെയ് പറഞ്ഞു. ജെയ്യുടെ അച്ഛൻ തുടർച്ചയായി ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഡെയ്സിയുമായി എത്തിയതിനു ശേഷവും അച്ഛന്റെ പറച്ചിൽ സഹിക്കാൻ പറ്റാതെ വന്നതോടെ ജെയ് അച്ഛനെതിരെ പ്രതികരിച്ചു. താൻ വലിയ ജോലിക്കാരനൊന്നുമല്ല, മെന്റൽ ഹോസ്പിറ്റലിൽ തൂപ്പുകാരനായ ജോലി നോക്കുന്നേ. ഡെയ്സി അവിടുത്തെ ഒരു പേഷ്യന്റ് ആണ്, ഞാൻ കൂടെ കൂട്ടിയതാണ്. അത് കേട്ടതോടെ ജെയ്യുടെ അച്ഛന്റെ രോഷം ഇരച്ചു കയറി. ആ വിവാഹ വേദിയിൽ നിന്ന് ജെയ്യും ഡെയ്സിയും പോരുകയും ചെയ്തു. വീട്ടിലേക്ക് എത്തിയതും തിരികെ പോകുന്നതിനെ പറ്റി ജെയ് ആലോചിച്ചു. കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞതിനാൽ ഇനി തനിക്ക് ഫ്ലൈറ്റിൽ പോവാൻ സാധിക്കില്ല. ഡെയ്സി മെന്റൽ പേഷ്യന്റ് ആയതുകൊണ്ട് അതിനുള്ള അനുവാദം ലഭിക്കുകയുമില്ല. പോവാൻ മറ്റൊരു വഴി കണ്ടെത്തണം. അച്ഛന്റെ ഗാരേജിലേക്ക് ജെയ് കടന്നു ചെന്നു. അച്ഛൻ പുതുതായി വാങ്ങിയ കാരവാൻ അതെടുത്ത് ജെയ് ഡെയ്സിയെയും കൂട്ടി ലോസ് ആഞ്ചലസിലേക്ക് പുറപ്പെട്ടു. പോകുമ്പോൾ അത്രയും ഡെയ്സി അത്രമേൽ സന്തോഷവതിയായിരുന്നു. കാരവാന്റെ ഉള്ളിലെ സൗകര്യങ്ങളെ പറ്റിയും വേറെ ഓരോ കാര്യങ്ങളെ പറ്റിയും ഡെയ്സി ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ജെയ്ക്കാണെങ്കിൽ സ്ട്രെസ് കൂടിക്കൂടി വന്നു. ഒടുവിൽ ഡെയ്സിയെ ഏതേലും സ്റ്റേഷനിലാക്കിയ ശേഷം അവിടെ നിന്ന് കടന്നു കളയുവാൻ ജെയ് തീരുമാനിച്ചു. ജെയ് ഡെയ്സിയെ കൊണ്ടുചെന്ന് ഒരു സ്റ്റേഷനിലാക്കി. അവളുടെ കയ്യിൽ കുറച്ച് പണം കൊടുത്ത ശേഷം ഒരാളെ മീറ്റ് ചെയ്ത ശേഷം വേഗം വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. ജെയ് തന്നെ വിട്ടുപോവുകയാണ് എന്ന് ഡെയ്സിക്കും തോന്നിയിരുന്നു. എങ്കിലും ഡെയ്സി ഒന്നും പറഞ്ഞില്ല. പുറത്തിറങ്ങിയ ജെയ് ശ്രമിച്ചത് അച്ഛന്റെ കാരവാൻ വിൽക്കാനായിരുന്നു. പക്ഷേ ആ കാരവാനെതിരെ കേസുണ്ടെന്നും പോലീസ് അതിന് പിന്നാലെയുണ്ടെന്നും വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ജെയ് മനസ്സിലാക്കി കാരവാൻ മോഷ്ടിക്കപ്പെട്ടു എന്നാണ് കേസുള്ളത്. സമയം രാത്രിയായി. മെന്റൽ ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ അടുത്ത് നിന്ന് ജയ്ക്ക് ഒരു ഫോണും വന്നു. ഡെയ്സിയെ കടത്തിക്കൊണ്ട് പോയതും മറ്റും പറഞ്ഞ് ഡോക്ടർ ജയ്യോട് ദേഷ്യപ്പെടുകയായിരുന്നു. ഒരു പരിധി കഴിഞ്ഞതും ദേഷ്യത്തിൽ ജയ്യും ഫോൺ കട്ട് ചെയ്തു. മുന്നോട്ടുള്ള യാത്രയിൽ ജയ്യുടെ നോട്ടം ക്യാരവാനിനകത്തുണ്ടായിരുന്ന ഡെയ്സിയുടെ ഷൂവിൽ പതിച്ചു. ഡെയ്സിയെ അങ്ങനെ വിട്ടിട്ട് പോകുന്നതിൽ അവൻ ആ സമയം വലിയ കുറ്റബോധം തോന്നി. അതോടെ ഡെയ്സിയെ വീണ്ടും കൂടെ കൂട്ടുവാൻ അവൻ സ്റ്റേഷനിലേക്ക് വണ്ടി തിരിച്ചു. അത്ര നേരമായും ജയ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഡെയ്സി അതേ സ്റ്റേഷനിൽ തന്നെ തുടരുകയായിരുന്നു. ഡെയ്സിയെ ശ്രദ്ധിച്ച ഒരു ഗാർഡ് ഡെയ്സിക്ക് അടുത്ത് ചെന്ന് എന്തെങ്കിലും സഹായം വേണമോ എന്ന് തിരക്കി. പക്ഷേ താൻ തന്റെ ബോയ് ഫ്രണ്ടിനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നായിരുന്നു ഡെയ്സി മറുപടി പറഞ്ഞത്. വീണ്ടും കുറച്ചു സമയം കൂടി കടന്നുപോയപ്പോൾ ജയ്യിന് തിരിച്ചു വരില്ല എന്ന് തന്നെ ഡെയ്സിക്ക് തോന്നി. അവൾ എഴുന്നേറ്റ് സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്ത് ചെന്നു. തന്നെ സുരക്ഷിതമായി പറയുന്നിടത്ത് എത്തിക്കാമോ എന്ന് ചോദിച്ചു. പക്ഷേ കൃത്യം ആ സമയം ജയ് അങ്ങോട്ടേക്ക് കയറി വന്നു. ജയ്യെ കണ്ടതും സന്തോഷത്തോടെ ഡെയ്സിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഡെയ്സിയെ തന്റെ കൂടെ കൂട്ടാൻ തന്നെ ജയ് തീരുമാനിച്ചു. അടുത്ത ദിവസം ജയ്യും ഡെയ്സിയും കൂടി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. അവളോട് സാധനം വാങ്ങാൻ പറഞ്ഞ് താൻ പുറത്തുനിന്ന് സിഗരറ്റ് വലിക്കട്ടെ എന്ന് പറഞ്ഞ് ജയ് പുറത്തു നിന്നു. ഡെയ്സി സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്കൊരു പോലീസ് കാർ വന്നു നിന്നത്. അതോടെ വേഗത്തിൽ സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് കയറി അവൻ ഡെയ്സിയെയും കൂട്ടി കാരവാനെടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഡെയ്സിയെയും ജയ്യെയും തിരിഞ്ഞു വന്നതായിരുന്നു പോലീസ്. അവർ രക്ഷപ്പെട്ടു പോകുന്ന കണ്ടതും പോലീസ് അവരെ ചേസ് ചെയ്യാൻ ആരംഭിച്ചു. വലിയൊരു ചേസ് തന്നെ നടന്നു. ചേസിനൊടുവിൽ പോലീസിന്റെ പിന്തുടരലിൽ നിന്നും രക്ഷപ്പെടാൻ ജയ്ക്കായി. രാത്രി വരെ അവർ ഡ്രൈവ് ചെയ്തു. രാത്രിയായപ്പോൾ ക്ഷീണിതനായ ജയ് ഉറങ്ങുവാൻ വേണ്ടി വണ്ടി ഒരു വശത്ത് ചേർത്ത് നിർത്തി. കാരണം ഡെയ്സിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ലായിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞതും ഉറങ്ങുകയായിരുന്ന ജയ്യെ ഡെയ്സി വിളിച്ചുണർത്തി. ഒരു പോലീസ് കാർ അവരുടെ വണ്ടിക്ക് അടുത്തെത്തി നിർത്തിയിട്ടുണ്ട് എന്നായിരുന്നു ഡെയ്സി പറഞ്ഞത്. ഉടനടി കാരവാനിനകത്ത് സുരക്ഷിതമായൊരിടത്ത് ജയ് മറഞ്ഞിരുന്നു. പോലീസ് വന്ന് കാരവാന്റെ വാതിലിൽ മുട്ടി. ഡെയ്സി വാതിൽ തുറന്നു. കാറിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. തന്റെ കാമുകൻ ബീവർ വഴക്കിട്ട് കാടിനുള്ളിലേക്ക് പോയിരിക്കുകയാണ് എന്നായിരുന്നു ഡെയ്സി മറുപടി പറഞ്ഞത്. വണ്ടിക്കകത്തൊന്ന് കയറി നോക്കിയ പോലീസുകാരൻ ഒന്നും കാണാതെ പുറത്തിറങ്ങി ഫോറസ്റ്റിനകത്തേക്ക് ബീവറെ തിരഞ്ഞുപോയി. ആ സമയം നോക്കി ഡെയ്സി ജയ്യുടെ അടുത്തേക്ക് പതുങ്ങിയെത്തുകയും പോലീസ് ഫോറസ്റ്റിനകത്തേക്ക് പോയിരിക്കുകയാണ്, നമുക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന് പറയുകയും ചെയ്തു. ജയ് കാർ എടുക്കുമ്പോഴേക്കും പുറത്തിറങ്ങിയ ഡെയ്സി പോലീസ് കാറിന്റെ താക്കോലെടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ശേഷം അവർ അവിടെ നിന്ന് അവരുടെ വാനെടുത്ത് രക്ഷപ്പെട്ടു. യാത്രയ്ക്കൊടുവിൽ അവർ എത്തിച്ചേർന്നത് ഒരു ക്യാമ്പ് സൈറ്റിലായിരുന്നു. അവരവിടെ സന്തോഷത്തോടെ കുറച്ചു സമയം ചിലവഴിച്ചു. ശേഷം കാരവാനിൽ ഉറങ്ങാൻ കിടന്നെങ്കിലും ജയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഡെയ്സിയോട് കുറച്ച് സംസാരിക്കാം എന്നവൻ പറഞ്ഞു. ഡെയ്സി തനിക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ ചോദിച്ചു. വിവാഹ സമയത്ത് അവരുണ്ടായിരുന്നവർ ജയ്യെപ്പറ്റി പറഞ്ഞ അപവാദങ്ങളെ പറ്റി, ജയ് ഒരു പ്ലേ ബോയ് ആണോ എന്നും മറ്റൊരാളുടെ ഭാര്യയ്ക്കൊപ്പം കിടന്നപ്പോൾ ജയ്യെ പിടികൂടിയിട്ടുണ്ടോ എന്നുമായിരുന്നു അവൾ ആദ്യം ചോദിച്ചത്. അത് സത്യമാണെന്നും എനിക്ക് ആ സ്ത്രീ കുറെ പണം തരാനുണ്ടായിരുന്നെന്നും പണത്തിന്റെ ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ ആ സ്ത്രീ നിർബന്ധിച്ചിട്ടാണ് താനത് ചെയ്തതെന്നും പക്ഷേ കുറ്റം വന്നപ്പോൾ ഒക്കെ തന്റെ മേലായെന്നും ജയ് പറഞ്ഞു. അടുത്ത ദിവസം അവരവരുടെ യാത്ര തുടർന്നു. ഒരു ഗ്യാസ് സ്റ്റേഷന്റെ പാർക്കിംഗ് ലോട്ടിലെത്തി. അവിടെ നിന്നും ഡെയ്സിയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ ജയ് ശ്രമിക്കാൻ ആരംഭിച്ചു. ഡെയ്സി പക്ഷേ ആദ്യമൊക്കെ ഭയപ്പെടുകയായിരുന്നു ചെയ്തത്. തന്നെ കൊണ്ട് സാധിക്കില്ലെന്നൊക്കെ അവൾ പറഞ്ഞു. പക്ഷെ അവൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ജയ് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവളെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ജയ്ക്ക് ഡോക്ടറുടെ ഫോൺ കോൾ വീണ്ടും എത്തി. ഡെയ്സി ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തുകൊണ്ടായിരുന്നു കോൾ വന്നത്. തങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഡോക്ടറോട് ജയ് പറഞ്ഞു. ജയ്ക്ക് പിന്നാലെ വന്ന ഡെയ്സിയും ജയ് ഡോക്ടറോട് പറയുന്നത് കേട്ടിരുന്നു. തന്നെ വീണ്ടും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജയ് അടയ്ക്കുവാൻ ശ്രമിക്കുകയാണ് എന്നുപോലെ തോന്നിയ ഡെയ്സിക്ക് ജയ്യോട് ദേഷ്യം തോന്നുകയും അവൾ തിരികെ വന്ന് വാനെടുത്ത് ഒറ്റയ്ക്ക് ഓടിച്ചു പോവാൻ ശ്രമിക്കുകയും ചെയ്തു. ജയ് ഓടിച്ചെന്നവളെ സമാധാനിപ്പിച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും നല്ല രീതിയിൽ ഡ്രൈവിംഗ് അപ്പോഴും പഠിക്കാതിരുന്ന അവൾ കാരവാൻ ഒരിടത്ത് കൊണ്ടുചെന്നിടിച്ച് പരിക്കുണ്ടാക്കി. ഭാഗ്യത്തിന് ഡെയ്സിക്കൊന്നും പറ്റിയിരുന്നില്ല. പിന്നീട് റെസ്റ്റോറന്റിനകത്തിരുന്ന് ഡെയ്സിയും ജയും സംസാരിച്ചു. ഡെയ്സി ഫീൽ ചെയ്യുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെപ്പറ്റി ജയ് ചോദിച്ചു. ഡെയ്സിക്ക് സ്കീസോഫ്രീനിയ ഉണ്ടോ, ആവശ്യമില്ലാത്ത ശബ്ദങ്ങളും ഒച്ചകളും ഹാലൂസിനേഷനും ഒക്കെ അവൾക്ക് ഉണ്ടാവാറുണ്ടോ എന്നായിരുന്നു ജയ് ചോദിച്ചത്. അതൊന്നും തനിക്കല്ല ഉണ്ടായിരുന്നതെന്നും തന്റെ അമ്മയ്ക്കാണെന്നും അമ്മ എപ്പോഴും ഒച്ചയും ബഹളവും കൂട്ടാറൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഡെയ്സി പറഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ അമ്മ അതുപോലെ ഒച്ചയും ബഹളവും കൂട്ടുകയായിരുന്നുവെന്നും
ഭയന്നു താൻ അമ്മയെ കാണാൻ പോകാതെ റൂമിൽ തന്നെ അടച്ചിരുന്നെന്നും ഡെയ്സി പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് അവൾ കണ്ടത് അമ്മ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു. അതവളെ വല്ലാതെ ഭയപ്പെടുത്തി. പലരും തന്റെ ചെവിയിൽ ആരോ വന്ന് കൊല്ലാൻ പറഞ്ഞിട്ടാണ് താനാണ് അമ്മയെ കൊന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതവളെ കൂടുതൽ പേടിപ്പിച്ചു. ആരൊക്കെയോ അവളെ ആശുപത്രിയിൽ എത്തിച്ചു. തന്റെ അമ്മയെ കൊന്നത് താനാണ് എന്നൊരു തോന്നൽ ഭയത്തിന്റെ വിഭ്രാന്തിയിൽ അവൾക്കും തോന്നിയിരുന്നു. അവളത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ താൻ പൂർണ്ണമായും നോർമലാണ് എന്ന് തനിക്കിപ്പോൾ അറിയാം എന്നും ഡെയ്സി വ്യക്തമാക്കി. ഡെയ്സി നോർമലാണെന്ന് ജയ്ക്കും മനസ്സിലായിരുന്നു. താൻ അതുകൊണ്ടാണ് ജയ് വീണ്ടും തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെട്ട് പോവാൻ ശ്രമിച്ചതെന്നും ഡെയ്സി കൂട്ടിച്ചേർത്തു. ഒക്കെ കേട്ടതും അവളെ താൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകില്ല എന്ന് ജയ് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അവരുള്ള ഇടം മനസ്സിലാക്കി പോലീസ് സംഘം അങ്ങോട്ടേക്കെത്തി അവരെ വളഞ്ഞിരുന്നു. ജയ്യും ഡെയ്സിയും പിടികൂടപ്പെട്ടു. ജയ്യെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റിയപ്പോൾ ഡെയ്സി ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു ചെയ്തത്. ജയ്യുടെ അറസ്റ്റ് വിവരം അവന്റെ അമ്മയുടെ ചെവിയിലെത്തി. തന്റെ മകനെതിരെ അച്ഛൻ തന്നെ കംപ്ലൈന്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യിച്ചത് അമ്മയെ ചൊടിപ്പിച്ചിരുന്നു. അമ്മ അച്ഛനോട് അതിന്റെ പേരിൽ കലഹിച്ചു. താൻ ചെയ്ത തെറ്റെന്തെന്ന് അച്ഛനും റിയലൈസ് ചെയ്തിരുന്നു. അതോടെ തന്റെ മകനെ ജാമ്യത്തിലിറക്കാൻ അച്ഛനും അമ്മയും ഒന്നിച്ചു ചെന്നു. അങ്ങനെ ജയ് റിലീസായി. തന്നെ ജാമ്യത്തിലെടുത്തത് ആരാണ് എന്ന് ജയ്ക്ക് അതിശയം തോന്നിയിരുന്നു. അപ്പോഴാണ് തന്റെ അച്ഛനെയും അമ്മയെയും അവൻ അവിടെ കാണുന്നത്. അവിടെ നിന്നും ജയ് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോന്നു. അവിടെ എത്തിയപ്പോൾ കണ്ടത് വട്ടിപ്പലിശക്കാരന്റെ ആളുകൾ അപ്പാർട്ട്മെന്റ് തകർത്തിട്ടിരിക്കുന്നതാണ്. വിൻഡോയിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ വിൻസെന്റിന്റെ ആളുകൾ ജയ്യെയും പ്രതീക്ഷിച്ച് താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. ജയ് അതോടെ അവിടെ നിന്നും ഓടിയിറങ്ങി. ഡെയ്സിയെ കാണുവാൻ ജയ് നേരെ ആശുപത്രിയിലേക്ക് ചെന്നെങ്കിലും ജയ്ക്ക് അവിടെ പ്രവേശനം അനുവദിക്കപ്പെട്ടില്ല. ഡോക്ടറുടെ അടുക്കലും ഡെയ്സിക്ക് അസുഖമൊന്നുമില്ല എന്നൊക്കെ പറയാൻ ജയ് ശ്രമിച്ചെങ്കിലും ഡോക്ടർ അത് ചെവികൊണ്ടില്ലെന്ന് മാത്രമല്ല ജയ്യെ പറഞ്ഞുവിടുകയും ചെയ്തു. ഡെയ്സിയുടെ മുമ്പിലെത്താൻ ജയ്ക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജയ് ഒരു ആത്മഹത്യാശ്രമം നടത്താൻ തീരുമാനിച്ചു. ഒരു ഓഫീസറിന്റെ മുമ്പിൽ വെച്ചായിരുന്നു ജയ് അത് പ്രവർത്തിച്ചത്. ഓഫീസർ ജയ്യെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മാനസിക ആശുപത്രിയിലും കൗൺസിലിംഗിനായി എത്തിച്ചു. ജയ്യെ ആദ്യം കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ഡോക്ടർ ശ്രമിച്ചെങ്കിലും തനിക്ക് ആത്മഹത്യാ പ്രേരണയുണ്ട് എന്ന് ജയ് ഡോക്ടറിന് മുമ്പിൽ അഭിനയിച്ചതിനാൽ ജയ്യെ അവിടെ റീഹാബ് ചെയ്യുവാൻ ഒറ്റപ്പെട്ട ഒരിടത്ത് ഡോക്ടർ താമസിപ്പിച്ചു. ആ സമയവും ജയ് ഡോക്ടറുടെ അടുക്കൽ ഡെയ്സിയെ പറ്റി വിശദമായി പറയുകയും ഡെയ്സിക്ക് രോഗമൊന്നുമില്ല അവളെ വിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ജയ് തുടർച്ചയായി അങ്ങനെ ആവശ്യപ്പെടുന്നത് ഡോക്ടറിനും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. മറുവശത്ത് ജയ് ജയിലിൽ നിന്നും ഇറങ്ങിയ കാര്യവും ആശുപത്രിയുടെ മറുവശത്തുള്ള കാര്യവും ഡെയ്സി അറിഞ്ഞിരുന്നു. ജയ്യെ കാണണം എന്ന് ഡെയ്സിയും വാശി പിടിച്ചു. പക്ഷേ ഗാർഡും നഴ്സും അവളെ തടഞ്ഞു. നിസ്സഹായായ ഡെയ്സി പൊട്ടിക്കരയുകയായിരുന്നു ചെയ്തത്. അന്ന് രാത്രിയിൽ ഒരു സംഭവമുണ്ടായി. ജയ് തന്റെ ആശുപത്രി റൂമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് കടന്നു കയറിയ വിൻസെന്റിന്റെയാൾ ജയ്യെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ ജയ്യെ സഹായിച്ചിരുന്ന ഹോസ്പിറ്റലിലെ പേഷ്യന്റായിട്ടുള്ള പരിചയക്കാരൻ അയാളെ അടിച്ചിട്ട് ജയ്യെ രക്ഷപ്പെടുത്തി. തലേ ദിവസത്തെ ഇൻസിഡന്റ് കാരണം ജയ്ക്ക് മറ്റു ചികിത്സകളും ലഭ്യമാക്കേണ്ട വന്നു. ഡോക്ടർ ജയ്യെ അടുത്ത ദിവസം കാണാനെത്തി. നടന്ന സംഭവങ്ങൾക്ക് ജയ്യോട് ക്ഷമ ചോദിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നാലെ ഡെയ്സിയെ പറ്റിയും താൻ പഠിച്ചെന്നും കൂടുതൽ മനസ്സിലാക്കിയെന്നും ഡെയ്സിയുടെ കാര്യത്തിൽ തനിക്കും തെറ്റിദ്ധാരണ സംഭവിച്ചതാണെന്നും ടെസ്റ്റുകളിലൂടെ ഡെയ്സിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഡെയ്സിയെ താൻ മോചിപ്പിക്കാൻ പോവുകയാണ് എന്നും ഡോക്ടർ വ്യക്തമാക്കി. എന്നിരുന്നാലും കുറച്ചു ദിവസം കൂടി ഡെയ്സിയെ നിരീക്ഷിക്കാൻ ഡോക്ടർ തീരുമാനിച്ചിരുന്നു. അത്തരത്തിൽ കുറച്ചു ദിവസത്തെ നിരീക്ഷണവും കൂടി കഴിഞ്ഞതോടെ ഡോക്ടർ പൂർണ്ണമായും ഡെയ്സിക്ക് രോഗമില്ലെന്ന് വിലയിരുത്തി മോചിപ്പിക്കാൻ തീരുമാനിച്ചു. ഡെയ്സിയുടെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തനിക്കേറ്റ ഇഞ്ചുറിക്കും റീഹാബിനും ഒക്കെ ശേഷം ജയ്യും വന്ന് ഹോസ്പിറ്റൽ വിടുകയായിരുന്നു. ജയ്ക്കെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്ന അച്ഛന്റെ കത്ത് ലഭിച്ചു. ആ കത്തിൽ അദ്ദേഹം ഒരു ചെക്ക് കൂടെ വെച്ചിരുന്നു. $40,000 ചെക്ക്. നിന്റെ കടബാധ്യതകൾ ഈ ചെക്ക് ഉപയോഗിച്ച് തീർക്കണമെന്നും ഇനിയും ചൂതാട്ടത്തിലേക്കുമൊന്നും പോവരുതെന്നും ജയ്യോട് വീട്ടിലേക്ക് മടങ്ങി വരണമെന്നും അച്ഛനതിൽ കുറിച്ചിരുന്നു. തന്റെ പരിചയക്കാരോട് യാത്ര പറഞ്ഞ് ജയ് അവിടെ നിന്നിറങ്ങി. ആശുപത്രിയുടെ വലിയ ലോബിയിൽ വെച്ച് ജയ്യും ഡെയ്സിയും അത്രമേൽ നീണ്ട ആഗ്രഹങ്ങൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ അന്ന് കണ്ടുമുട്ടുകയായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇരുവർക്കുമിടയിൽ പ്രണയം വളർന്നിരുന്നു. അവർ കെട്ടിപ്പിടിച്ച സന്തോഷം പങ്കുവെച്ചു. പുതിയ ജീവിതം തുടങ്ങുവാൻ ഹോസ്പിറ്റൽ വിട്ടിറങ്ങുന്ന അവരുടെ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.